GK മേനോന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ഏത് ബാങ്ക് മാനേജരാ ലക്ഷങ്ങൾ തരാത്തത്? എന്നാലും ബാങ്ക് മാനേജർമാരോടും മേനോ സാർ എന്തെങ്കിലും പറഞ്ഞു കാണോ? ഇതുവരെ ഇല്ല. പക്ഷെ 40 ലക്ഷമൊക്കെ ആ അന്തസ്സില്ലാത്ത മാത്യൂസിന് കൊടുക്കാന്ന് വെച്ചാ? മിസ്റ്റർ കുമാറിന് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കിയേ പറ്റുമെങ്കിൽ പറയാം. 5 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിൽ നിന്നും നാളെ തന്നെ നമ്മൾ മാത്യൂസിന് കൊടുക്കുന്നു. അടുത്ത 2 മാസത്തേക്ക് അയാൾ നമ്മുടെ അടിമയായിരിക്കും. 2 മാസം കഴിഞ്ഞ് വീണ്ടും 1 മാസം കൂടി അവധി പറഞ്ഞാൽ അയാൾ നിൽക്കും. അത് കഴിഞ്ഞ കള്ളത്തരം മനസ്സിലാക്കി അയാൾ നമ്മുടെ ശത്രുപക്ഷത്തെത്തും. പക്ഷേ അതിനു മുമ്പേ മാത്യൂസ് അച്ചായനെ കൊണ്ടുള്ള നമ്മുടെ ആവശ്യം കഴിഞ്ഞിരിക്കും. അച്ചായൻ നമ്മളെ വിശ്വസിക്കില്ല, അനുസരിക്കില്ല എന്നുള്ള സംശയമൊന്നും വേണ്ട. നീരേറ്റ് തറവാട് വിൽക്കുന്നത് സംബന്ധിച്ച ചില രേഖകൾ അയാൾ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല മേനോൻ ചേട്ടൻ വല്ല നക്കാപ്പിച്ചയും കൊടുക്കുമെന്നല്ലാതെ ഈ 50 ലക്ഷത്തിന്റെ ഓഫർ ഒരിക്കലും കൊടുക്കില്ല. അപ്പം ഓഫറേ ഉള്ളൂ, കൊടുക്കലും ഉണ്ടാവില്ല. എന്തായാലും അത് കൊള്ളാം. പക്ഷെ മാഡം എപ്പോഴും പറഞ്ഞില്ല മാത്യൂസ് അച്ചായനെ കൊണ്ട് എന്താ പ്രയോജനമെന്ന്. അയാൾ ഇനി നമുക്കെതിരെ ഒരക്ഷരം മേനോൻ ചേട്ടനോട് മിണ്ടരുത്. ഒപ്പം മേനോൻ ചേട്ടന്റെ ചേച്ചിയെ പറ്റി മോശമായിട്ട് സംസാരിക്കണം. ഞാൻ ലോകത്തിൽ വച്ച് ഏറ്റവും നല്ല പതിവ്രത രത്നമാണെന്ന് എവിടെയും പറഞ്ഞു നടക്കണം. ഒപ്പം വീണയുടെ വീട്ടിലെ എല്ലാ രഹസ്യങ്ങളും എന്നെയോ നിങ്ങളെയോ അപ്പപ്പ അറിയിക്കണം. ഇതിനൊക്കെ ടിയും വേറെ കൊടുക്കാം. പക്ഷേ മാഡം നമ്മൾ തമ്മിലുള്ള കോൺട്രാക്റ്റിനെ പറ്റി ഇതുവരെ ഒന്നും പറഞ്ഞില്ല. മിസ്റ്റർ കുമാർ, നിങ്ങൾക്ക് ഏറ്റവും വലിയ ഓഫറാണ് ഞാൻ തരാൻ പോകുന്നത്. ഐ മീൻ, ലോകത്തിൽ ആരും ഒരു മുതലാളിയുടെ ഭാര്യയും കീഴ്ജീവനക്കാരനെ ഇതേവരെ നൽകാത്ത ഓഫർ. ഇപ്പോഴും എന്താണെന്ന് പറഞ്ഞില്ല. ഞാൻ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങിയാൽ 2 മാസത്തിനുള്ളിൽ നിങ്ങൾ നമ്മുടെ കമ്പനിയുടെ ഉടമസ്ഥനായിരിക്കും. വാട്ട് യു മീൻ? മാഡം തമാശ പറയാ? ഞാൻ ഇതുവരെ തമാശ പറഞ്ഞിട്ടില്ല. ഒരു തമാശ കേട്ടാൽ അത് തിരിച്ചറിയാനോ ചിരിക്കാനോ ഉള്ള കഴിവെനിക്കില്ല. ഐ മീൻ, തമാശകൾക്ക് എന്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. മിസ്റ്റർ കുമാർ, മേനോൻ സാറിന്റെ സകല സ്വത്തുക്കളും അദ്ദേഹത്തിന്റെ മരണാനന്തരം എനിക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാലോ. അറിയാം. എങ്കിൽ ആ സ്വത്തുക്കളുടെ പകുതി അവകാശം ഞാൻ നിങ്ങൾക്ക് തരാം. അതെങ്ങനെ 2 മാസത്തിനകം നടക്കും? അദ്ദേഹത്തിന്റെ മരണാനന്തരമല്ലേ നടക്കൂ? 2 മാസത്തിനുള്ളിൽ ഗൾഫ് മേനോൻ എന്ന എന്റെ ഭർത്താവ് മരിക്കാൻ പാടില്ലെന്ന് ആര് പറഞ്ഞു? മിസ്റ്റർ കുമാർ, 2 മാസത്തിനകം ഒരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ പകുതി അവകാശം നിങ്ങൾക്കായിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു നിസ്സാര ജോലിയുണ്ട്. എന്താ അത്? നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് അതിൽ ഉത്തരവുണ്ട്. 2 മാസത്തിനുള്ളില് മേനോ സാർ മരിച്ചാലേ നടക്കൂ. മേനോ സാർ മരിക്കണം. അതാണ് നിങ്ങളുടെ അസൈൻമെന്റ്. ഭംഗിയായി കുറ്റമറ്റതായി അത് പൂർത്തിയാക്കിയാൽ ബാക്കി ഞാൻ ഏറ്റു. ഇത് വർഷയുടെ വാക്കാണ്. ലോകം അവസാനിച്ചാലും ആ വാക്കിൽ മാറ്റം വരില്ല. ഡ്രസ്സൊക്കെ എടുത്തു അമ്മോ? ഇല്ല, അമ്മണിയമ്മ ടെറസിൽ ഉണക്കായിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും എടുക്കാൻ പറ്റിയില്ല. സാരമില്ല, എന്റെ ഡ്രസ്സ് നിനക്കും പാക്കണല്ലോ. നമുക്കെന്നാ പോകാം. ഡാഡി കിടക്കുന്ന ആശുപത്രിയിലേക്കുള്ള വഴി നിനക്കറിയോ? എനിക്കറിയില്ല. പിന്നെ എങ്ങനെ നമ്മൾ പോവും? ഇപ്പൊ തന്നെ അമ്മണിയമ്മ കണ്ട നമ്മളെ പിടിച്ച് മുറിക്കാത്തിട്ട് പൂട്ടും. നമ്മളെ മുറ്റത്തേക്ക് പോലെ ഇറക്കല്ലെന്നാ ഡോക്ടർ ആന്റി പറഞ്ഞേക്കുന്നേ. അപ്പൊ പിന്നെ നമ്മൾ എങ്ങനെ ഇവിടുന്ന് പുറത്തേക്ക് കിടക്കും? പോണം, പോയേ പറ്റൂ. നമുക്ക് നമ്മളെ ഡാഡിയെ കാണണ്ടേ? വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. പുറകിലത്തെ വാതിൽ ഞാൻ തുറക്കാം.
വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് അമ്മണിയമ്മ വരാതെ നീ നോക്കണം. വന്നാ എന്തെങ്കിലും പറഞ്ഞു മാറ്റണം. ശരി, അമ്മണിയമ്മയെ മാറ്റിക്കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ അവിടെ എത്തിക്കോളാം. ശരി, വാ. ഈ ഡ്രസ്സൊക്കെ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. വാ. നോക്കിക്കോളേ. അമ്മണിയമ്മ വരുന്നുണ്ട്. നമുക്ക് ഒളിച്ചിരിക്കാം. വേണ്ട, നമുക്ക് ഓടിപ്പോവാം. ഇല്ലെങ്കിൽ പിന്നെ പോവാൻ പറ്റിയില്ലെന്ന് വരും. എന്നാ വാ. എവിടെ എവിടെ പോയി എന്റെ അമ്മുക്കുട്ടി? എനിക്ക് എന്റെ മോളെ വേണം. അവളെ അവൻ അപകടപ്പെടുത്തി കാണും. പ്രദീപ്, സമാധാനിക്കണം. ആ കുട്ടികളെ എങ്ങനെയും ഞാൻ കണ്ടെത്തും. അവർ ശ്യാമിന്റെ കയ്യിൽ പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അവരെവിടെ പോയി? നീരേറ്റ് തറവാട്ടിൽ സുരക്ഷിതരാണെന്നല്ലേ സെലീൻ എനിക്ക് വാക്ക് തന്നത്. അപ്പൂപ്പൻ അസുഖം കൂടുതലാണെന്ന് പറഞ്ഞ് കേശുമാവൻ ഫോൺ ചെയ്തു. അമ്മിണിയമ്മയെ കുട്ടികളെ ഏൽപ്പിച്ച് പാർവതി ആന്റി ഉടൻ തന്നെ പോയി. അവിടെ ചിഹ്നം ഉണ്ടായിരുന്നല്ലോ. അവളും കരുമന്റെ അടുത്തേക്ക് ആരോടും പറയാതെ തിരികെ പോയി. അപ്പൊ എന്റെ മോളെ ആരാച്ചാരുടെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു എന്നർത്ഥം. ആ 2 കുട്ടികളും എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ പോലെയാ പ്രദീപ്. അതിലൊരാൾ എന്റെ സോനയുടെ മകളാണ്. അവൾ ആരായാലും ഇപ്പോ എനിക്കതറിയണമെന്നില്ല. കാരണം ആ 2 കുഞ്ഞുങ്ങളെയും ഞാൻ ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. പ്രദീപിനും അങ്ങനെ തന്നെയാണല്ലോ. DNA ടെസ്റ്റ് പോലും വേണ്ട, ഞാൻ അവരെ 2ആളെയും വളർത്തിക്കൊള്ളാമെന്ന് പ്രദീപ് തന്നെയല്ലേ വാക്ക് തന്നത്? ആ വാക്ക് ഞാൻ ഇപ്പോഴും പാലിക്കുന്നു. പക്ഷെ കുഞ്ഞുങ്ങൾ എവിടെ? കുഞ്ഞുങ്ങളെ മാത്രമല്ല, അഞ്ജുവിനെ കാണാനില്ല. അവളവിടെ പോയി തൊലഞ്ഞാൽ എനിക്ക് വിഷമമൊന്നുമില്ല. അവളെ അവസാനമായി കണ്ടത് ഇവിടെയാണ്, ഈ ഹോസ്പിറ്റലിലെ ഈ മുറിയിൽ. അതുകൊണ്ട് അവളെ എങ്ങോട്ട് പറഞ്ഞയച്ചെന്ന് അറിയാനും കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നേ. ഓഹോ, അപ്പൊ അവളെ കുറിച്ച് അന്വേഷിക്കാനാ ഈ വരവ്? സെലീന, സത്യം പറയണം. ആ ഡോക്ടറുടെ മരണത്തിൽ ഒരു പങ്കുമില്ലാത്ത എന്നെ നീ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കി. എന്നിട്ട് നിരപരാധിയായ കരുമനെ കുരുക്കി. നിന്റെ സഹോദരിയായ ചിന്നുവിന്റെ ജീവിതത്തിൽ നീ കനൽ വാരിയിട്ടു. എന്നിട്ട് ഇപ്പോ ഇതാ കുട്ടികൾക്ക് പോലീസ് സംരക്ഷണം നൽകാമെന്ന് പറഞ്ഞിട്ട് അവരെ അറിഞ്ഞുകൊണ്ട് കൊലയ്ക്ക് കൊടുത്തിട്ട് വന്നിരിക്കുക. ഇൻവെസ്റ്റിഗേഷൻ പോലും. പ്രദീപിന് എന്നോട് എന്തും പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ വേദന എനിക്കറിയാം. പക്ഷേ ഞാൻ എൻ്റെ പോലീസ് ഓഫീസറാ. എനിക്ക് കുറ്റവാളിയെ കണ്ടെത്തിയേ പറ്റൂ. അതിന് ചിലപ്പോ ചില തന്ത്രങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും. ആ തന്ത്രത്തിൽപ്പെട്ടതാണോ അമ്മുവിന്റെ ആതിരയുടെ തിരോധാനം? ടെൽ മീ സെലീന, ആ കുഞ്ഞുങ്ങൾ നീ ഒളിപ്പിച്ചതാണോ? ഇല്ല, ഞാൻ ഒളിപ്പിച്ചിട്ടില്ല. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്കൊരു പോറൽ പോലും ഉണ്ടാകില്ല, സെലീനയെ പറയുന്നേ. പക്ഷേ അവരെ കണ്ടെത്തും മുമ്പ് എനിക്ക് അഞ്ജുവിനെ കണ്ടെത്തിയേ പറ്റൂ. അവരെവിടെയാണെന്ന് പ്രദീപിനറിയാം. ആ വിവരം എന്നോട് ഇപ്പൊ പറയണം. അവള് ആ ശ്യാമിന്റെ അടുത്ത് തിരികെ എത്തിക്കണം. നീരേറ്റ സ്വത്തുക്കളുടെ പ്രമാണം എങ്ങനെയെങ്കിലും ആ ദുഷ്ടന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയിട്ടേ എന്റെ മുന്നിൽ വരാവൂ എന്ന് പറഞ്ഞിട്ടാ ഞാൻ അവളെ ഇവിടുന്ന് വിട്ടത്. ഓക്കെ, കാര്യങ്ങളപ്പോ ശരിയായ വഴിക്ക് തന്നെയാ. എങ്ങനെ ശ്യാമിനെ അയാളുടെ അണ്ടർവേൾഡ് ഗ്യാങ്ങിനെയും ഉടൻ പിടികൂടിയേ പറ്റൂ. സെലീന, നിന്റെ പോലീസ് ഓപ്പറേഷന്റെ പേരിൽ ആ പാവം കുഞ്ഞുങ്ങൾക്കൊന്നും സംഭവിക്കരുത്. ട്രസ്റ്റ് മീ, ഐ വിൽ ബ്രിങ് ദം ടു യു. അയാൾ പോയിന്നാ തോന്നുന്നേ. നമുക്ക് പോവാം. ഡാഡി എടുക്കുന്ന ഹോസ്പിറ്റൽ എവിടെയെന്ന് നമുക്ക് അറിയില്ലല്ലോ. നമുക്ക് അയാളോട് ചോദിച്ചാലോ? അയ്യോ, കരിമണങ്ങൾ ഭയങ്കരനാ. ഡാഡിനെ കൊല്ലാനായി തലക്കടിച്ചതെന്നാ അമ്മണിയമ്മ പറഞ്ഞത്. അമ്മണിയമ്മ നൂണ പറഞ്ഞതാ. കരിമണങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ചിന്നു വേണ്ടിയാ പറഞ്ഞത്. പക്ഷേ എനിക്കാണെങ്കിലും ഭയങ്കര പേടിയാ. നമുക്ക് പോവാമോ? ഇപ്പൊ കരിമണങ്ങൾ പൊയ്ക്കണം. നീ വാ.
നിക്ക്. ഓടിപ്പോവാൻ നോക്കണ്ട. അങ്കിൾ ഞങ്ങളൊന്നും ചെയ്യരുത്. ഇല്ല, ഒന്നും ചെയ്യില്ല. പക്ഷെ എന്തിനാ നിങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡാഡിയെ കാണണം. എന്തിനാ ഞങ്ങളെ ഡാഡിയെ കൊല്ലാൻ നോക്കിയേ? നിങ്ങളോട് ആരാ ഈ നുണ പറഞ്ഞത്? നിങ്ങളുടെ ഡാഡിയും ഞാനുമായിട്ട് ഒരു വഴക്കുമില്ല. അന്ന് അടി കൊണ്ട് രക്തം വാർന്നു കിടന്ന നിങ്ങളുടെ ഡാഡിയെ ഞാൻ രക്ഷിക്കാനാണ് ശ്രമിച്ചത്. നമുക്ക് കരിമണങ്ങളിന്റെ പേടിയാ. ചിന്നു ആന്റിയും കതിരനെ വേണ്ടെന്ന് പറഞ്ഞ ആളല്ലേ. പാവം ചിന്നു ആന്റി എന്തുമാത്രം കരഞ്ഞു. അതൊക്കെ കഴിഞ്ഞു മക്കളെ. ചിന്നു ആന്റിയും കതിരനും എൻ്റെ ഒപ്പം എൻ്റെ കുടിയിലെ താമസം. എന്താ വിശ്വാസം വന്നില്ലേ? വിശ്വാസമായില്ലെങ്കിലേ രണ്ടാളും എൻ്റെ കൂടെ പോന്നുള്ളൂ. കതിരനെയും ചിന്നു ആന്റിയെയും ഞാൻ കാട്ടിത്തരാം. എനിക്ക് അവര് കാണണം. വേണ്ട, എനിക്ക് എന്റെ ഡാഡി കണ്ടാ മതി. അതിന് ഡാഡി എവിടെ ഉള്ളതെന്ന് രണ്ടാൾക്കും അറിയോ? ഡാഡി ഹോസ്പിറ്റലിലുണ്ട്. എങ്കിൽ എവിടെ ഹോസ്പിറ്റല്? ഹോസ്പിറ്റൽ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. മക്കളെ, നിങ്ങളെ കണ്ട ആ നിമിഷം അപകടപ്പെടുത്താൻ നടക്കുക ആ ശ്യാംപ്രകാശും അവൻ്റെ ആൾക്കാരും. നിങ്ങൾ എന്തിനാ നീരേറ്റ് വഴി ഓടിപ്പോന്നേ? അവിടെ പോലീസ് കാവലില്ലേ? നിങ്ങൾക്ക് അപകടമൊന്നും ഉണ്ടാവുമായിരുന്നില്ല. ഞങ്ങളുടെ ഡാഡി കണ്ടാ മതി. ഡാഡി ഞങ്ങളെ നോക്കിക്കോളും. അത്രയ്ക്ക് ഇഷ്ട ഡാഡിക്ക് ഞങ്ങളെ. പക്ഷെ നിങ്ങൾ അവിടെ വരെ എത്തില്ല. അതിനു മുമ്പ് അപകടം ഉണ്ടാവും. ഞാൻ പറയുന്ന പോലെ അനുസരിച്ചാൽ രണ്ടാളെ ഞാൻ ഡാഡിയുടെ അടുത്ത് എത്തിക്കാം. എന്താ? നിങ്ങൾ എൻ്റെ കൂടെ അക്കരയിലേക്ക് വരിക. ചിന്നു ആൻറ്റിയുടെ കൂടെ നിങ്ങൾക്ക് കഴിയാം. ഒരുത്തനും അവിടെ വരില്ല. നിങ്ങളുടെ മേത്ത് ഒരു നുള്ളു മണ്ണ് പോലും വീഴില്ല. പേടിക്കണ്ട, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാം. ഈ കരിമന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഒരുത്തനും നിങ്ങളെ തൊടില്ല. ധൈര്യമായിട്ട് എൻ്റെ കൂടെ വാ. വാ മക്കളെ, സംശയിക്കണ്ട, വാ. പാവം, എങ്ങനെ ജീവിച്ച കുഞ്ഞുങ്ങളാ. കഞ്ഞിയും ചമ്മന്തിയൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ടാ കഴിക്കുന്നേ. ഇത്തിരി കൂടെ ഒഴിക്കട്ടെ മോളെ? ഒഴിച്ചു ആന്റി. ഇതിനൊരു പരിഹാരം ഉണ്ടായേ പറ്റൂ. ഈ കുഞ്ഞുങ്ങൾക്ക് പറ്റിയ ഇടമല്ല ഇത്. ഇവരൊക്കെ നല്ല രീതിയിൽ കഴിഞ്ഞിരുന്ന കുഞ്ഞുങ്ങളാ. എത്ര നാൾ നമുക്കിവരെ ഇങ്ങനെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ പറ്റും? എങ്ങനെയായാലും ഇവരെവിടെയുള്ള വിവരം പുറത്തറിയും. ആരെങ്കിലും അറിഞ്ഞാ ആ മുത്തി അങ്ങനെ അറിഞ്ഞ മൈക്ക് വെച്ച് പറഞ്ഞുകൊണ്ട് നടക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഇവരുടെ പ്രശ്നം പരിഹരിച്ചേ പറ്റൂന്ന്. അപ്പാപ്പനൊന്നും വന്നിരുന്നേൽ എല്ലാറ്റിനും സമാധാനം ഉണ്ടായേനെ. നിന്റെ അപ്പാപ്പൻ വരും വരെ എങ്ങനെ ഇവരെ ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നേ? പ്രദീപാണെങ്കിൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ ഇനിയും സമയം പിടിക്കും. ആന്റി, ഞങ്ങൾക്ക് നമ്മുടെ ഡാഡിയെ കാണണം. കാണാം മോളെ. പക്ഷേ നിങ്ങളുടെ അവകാശി ആ ശ്യാംപ്രകാശ് ആണെന്ന് പറഞ്ഞല്ലേ അയാൾ നടക്കുന്നേ? അയാൾ രേഖാമൂലം അവകാശപ്പെട്ടാലേ സെലീന കുഞ്ഞിന് പോലും കുട്ടികളെ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇല്ല, സെലീനയല്ല. ആര് പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. ഞങ്ങള് ശ്യാമംഗലിന് കൊടുക്കല്ലേ ആന്റി? നമ്മള് എവിടേക്കെങ്കിലും ഓടിപ്പൊക്കോളാം. അയാളുടെ അടുത്തേക്ക് വിടരുത് ആന്റി, പ്ലീസ് ആന്റി. ഇല്ല മക്കളെ, നിങ്ങളെ ഒരു അപകടത്തിലേക്ക് ഞങ്ങൾ വിടത്തില്ല. സെലീനെ നമ്മളൊന്ന് പിടിച്ചോണ്ട് പോയാലോ? ഒരാൾ നിങ്ങളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോയില്ല. എന്നാലും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ആ ശ്യാമിന്റെ ശല്യം ഒഴിവാവുന്നതുവരെ, അതുവരെ എവിടെയെങ്കിലും സുരക്ഷിതരായി നമുക്ക് ഇവരെ താമസിപ്പിക്കണം. ഇവിടെ തന്നെയാ ഇവരുടെ സുരക്ഷിത സ്ഥലം. പക്ഷേ ആ ശ്യാമിന്റെ ആൾക്കാര് എല്ലായിടവും ഇവരെ തപ്പി നടക്കുന്നുണ്ടാവും കരുമ. ഇല്ല, അവനെ ഞാൻ ഇവിടുന്ന് ഒട്ടനെ കെട്ടിക്കെട്ടിക്കും. വേണ്ട, ഇനി വഴക്കിനും ഏറ്റുമുട്ടലിനൊന്നും പോണ്ട. പ്രദീപിനെ കൊന്നിട്ട് എന്നെ ആ കൊലക്കേസ് കൊടുക്കാൻ നോക്കിയവൻ അവൻ. ആ ഡോക്ടറെ കൊന്ന കേസിൽ പ്രദീപിനെ അവനകത്താക്കി. അവനെ അങ്ങനെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കരുമ, ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയത്? ഒരിക്കലും ഒരു മനസ്സമാധാനവും ഉണ്ടായിട്ടില്ല. നമ്മുടെ കതിരൻ ജനിച്ചപ്പോഴെങ്കിലും
നമുക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടുമെന്ന് ഞാൻ കരുതി. സന്തോഷത്തിന് പകരം ഒരുപാട് ദുഃഖങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇനി മതി, നമുക്ക് നമ്മുടെ കാര്യം അത് മതി. അപ്പോ കുഞ്ഞുങ്ങള് ചിന്നു, ചിന്നു, കരുമ,